അതിനുള്ള മറുപടി ജനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കോലാഹലമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം എന്തുണ്ടായത്? ജനകീയ കോടതിയിലും അവർ പരാജയപ്പെട്ടു, നീതിന്യായ കോടതിയിലും സർക്കാർ നടപടി പരിശുദ്ധമായി എന്ന് തെളിയിക്കപ്പെട്ടു, നിയമപരമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. അതാണ് വസ്തുത ഒന്നായിരിക്കും, പ്രചരണം വേറൊന്നായിരിക്കും. അതാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് 3-ാം സ്ഥാനത്താണ് അല്ലേ? വൈസ് പ്രസിഡന്റ് 3-ാം സ്ഥാനത്താണ്. പഞ്ചായത്ത് കഴിഞ്ഞ തവണ UDF ജയിച്ചത്, ഇത്തവണ LDF പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ആ വാർഡും LDF പിടിച്ചെടുക്കുക ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ തോൽക്കണമായിരുന്നു അല്ലേ? ഞങ്ങൾ തോൽക്കണമായിരുന്നു. അത് കുറച്ച് നിരാശ കാണും. ഇത്രയൊക്കെ നിങ്ങളൊക്കെ അവിടെ പോയി നിന്നിട്ട് രാപ്പകലില്ലാതെ റിപ്പോർട്ട് ചെയ്തതല്ലേ? അപ്പോൾ എന്നിട്ടും അവിടെ LDF ഈ വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടും ജയിക്കുമ്പോൾ കുറച്ച് നിരാശ കാണും. സാരല്ല, അടുത്ത തവണ ശ്രമിച്ചു നോക്കൂ വീണ്ടും. അതെ, ആരോപണം എന്തും പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരോപണം എന്തും പറയാമെന്ന്. കോടതിയിൽ ഈ ആരോപണം ഇല്ല കേട്ടോ. ഏത് ഇതിന്റെ പിന്നിൽ അഴിമതി ഉണ്ടെന്നോ മറ്റൊന്നും ഇവര് കൊടുത്ത ആരോപണം ഇല്ല. എന്തുകൊണ്ടാണ് ഉന്നയിക്കാത്തത്? അത് ഉന്നയിച്ച പണി കിട്ടുന്നവർക്കറിയാം. അതുകൊണ്ടാണ് അതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതൊക്കെ പുറത്ത് നിങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിലേ പറയുന്നുള്ളൂ ആരോപണം. ശരി, ഇത്രയും മതി. അതൊന്നും ഞങ്ങൾക്കിപ്പോൾ ഇന്ന സമയത്ത് കൊടുക്കണം നിർബന്ധമില്ല. ഞങ്ങളൊരു നയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് വന്ന അപേക്ഷ നിയമപരമായി പരിഗണിച്ചു. നിയമപരമായിട്ടാണ് പരിഗണിച്ചതെന്നും അനുമതി കൊടുത്തെന്നും ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തു. ഇനിയും വന്നാൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പരിഗണിക്കാൻ തടസ്സമില്ല എന്നുള്ളത്. അത് അപേക്ഷ ഇന്നാളൊന്നുമില്ല, വേറെ ആർക്കെങ്കിലും അപേക്ഷയും തരാം. ഇത്രയേ ഉള്ളൂ. പോരെ? ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പ് പറയാം, നല്ലതാണ്. അപ്പൊ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊന്ന് എല്ലാവരും വായിച്ചു നോക്കുന്നതാണ്. പിന്നെന്താ, ഞാൻ വേറൊരു കാര്യം പറയും. കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളത് പോട്ടെ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനമായിരുന്നല്ലോ ഈ ഗവൺമെന്റിന്റെ അവസാനത്തിന്റെ തൊട്ടുമുമ്പുള്ളത്. എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് ഉന്നയിച്ചൊരു അന്വേഷണം ആവശ്യപ്പെടേണ്ട നിയമസഭാ സമ്മേളനം കഴിഞ്ഞ തവണയായിരുന്നല്ലോ. എന്താ എഴുതി കൊടുത്ത് ഉന്നയിക്കാതിരുന്നത്? ഇല്ലല്ലോ. അപ്പോൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടില്ല, കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല, കോടതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല, പുറത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ സുസ്ഥിര തൃത്താല ഉൾപ്പെടെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ തൃത്താലയിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷെ എന്നിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന് മാത്രം ഒരു വിജയം ഉണ്ടായിരുന്നു. എത്ര കുറവുണ്ടായിരുന്ന കണക്ക് കേൾക്കട്ടെ. എത്രയാ നിങ്ങളുടെ കണക്ക്? അതെ, അത് സംശയമൊന്നുമില്ല. അതെ, എത്ര പിന്നാക്കം പോയി? അതെന്താ പറയാത്തത്? അത് പറയാൻ എന്തിനാ? ഞാനല്ലേ പറഞ്ഞു, പറയൂ, എത്ര പിന്നാക്കം പോയി നിങ്ങളുടെ കണക്ക്? ശരി, എത്ര പിന്നാക്കം പോയി എന്നാണ് കണക്ക്? വോട്ട് എത്ര പിന്നാക്കം പോയി എന്നാ കണക്ക്? ഞാൻ പറയാം. ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ പറയുന്നില്ല. നോക്കൂ, ആദ്യം പഞ്ചായത്തിന്റെ കാര്യം എടുക്കാം, എന്നിട്ട് വോട്ടിന്റെ കാര്യത്തിലേക്ക് വരാം. പഞ്ചായത്ത് കഴിഞ്ഞ തവണ 4-4 4-4 ഒന്ന് ഞങ്ങൾ ജയിച്ചത് ടോസിലാണ്. കപ്പൂർ ടോസിൽ ജയിച്ചതാണ്. അത് ഇത്തവണ UDFന് സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്, അവർ ജയിച്ചു. തൃത്താല LDFന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. അതേസമയം കഴിഞ്ഞ തവണ UDF ജയിച്ച പരുതൂര് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അപ്പൊ ടോസിൽ ജയിച്ച ഒന്നുൾപ്പെടെ 4-4 ഇത്തവണ 5-3 മണ്ഡലത്തിലെ കണക്കെടുത്താൽ 5-3 അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇനി വോട്ടിന്റെ കണക്ക് പറയാം. നിങ്ങൾക്ക് അത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്ര ചോദിച്ചിട്ട് പറയാത്തത്. ജില്ലാ പഞ്ചായത്ത് വോട്ട് കണക്കാക്കിയാൽ 867 വോട്ടാണ് കുറവ് LDFിനുള്ളത്. വെറും 867 വോട്ട്.